കല്ലറയുണ്ട്, അവിടെ മേലെടുത്ത് എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മരിച്ചു മൺമറഞ്ഞു പോയ ഒരുത്തരെയല്ല ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. മരണത്തെ തോൽപ്പിച്ച, പാതാളത്തെ തോൽപ്പിച്ച, ലോകത്തെ ജയിച്ച, മരണത്തെ ജയിച്ച, പാപത്തെ ജയിച്ച, പിശാചിനെ ജയിച്ച യേശു ക്രിസ്തുവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതേ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, കർമ്മമാർഗങ്ങൾ കൊണ്ട്, ആരാധനകൾ കൊണ്ട്, ദർപ്പണങ്ങൾ കൊണ്ട്, അർപ്പണങ്ങൾ കൊണ്ട് ഒരുത്തനും രക്ഷ പ്രാപിക്കുവാൻ കഴിയില്ല. ഇന്ന് പകലിൽ ഒരു രൂപ ദൈവം നിങ്ങളോട് ചോദിക്കുന്നില്ല. ഒരു തിരി നിങ്ങൾ കത്തിക്കണ്ട, ഒരു നേർച്ച കാഴ്ച ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ നടത്തേണ്ട. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്താലുള്ള വിശ്വാസത്താൽ സൗജന്യമായി പാപങ്ങളുടെ മോചനമുണ്ട്. അതേ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ലോകമെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാന സ്നാനം കൊടുത്ത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ അവരെ പഠിപ്പിച്ചുകൊണ്ട് തന്റെ ശിഷ്യരാക്കുക. യേശു ക്രിസ്തുവിന്റെ ആ നിയോഗം യേശു കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ മരണം പിടികൂടും. മരണം ഏതു സമയം നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. കുടിലാണെങ്കിലും കൊട്ടാരമാണെങ്കിലും, ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും, ജ്ഞാനിയാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും, ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ മരണം കയറി വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ മരണം നിങ്ങളെ പിടികൂടിയ നിങ്ങളുടെ ആത്മാവിന്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ദൈവവചനം വിളിച്ചു പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പാപവഴികളെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത അത് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒന്നാമത് ക്രിസ്തു യേശു വന്നത് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണെങ്കിൽ, രണ്ടാമത് ക്രിസ്തു യേശു വീണ്ടും വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ജാതി ജാതിയോട് നിൽക്കുന്നു, രാജ്യം രാജ്യത്തോട് നിൽക്കുന്നു, യുദ്ധവും ക്ഷാമവും മഹാവ്യാധികളുമെല്ലാം എല്ലായിടത്തും ഒരുപോലെ വരുമ്പോൾ ഇതെല്ലാം ഒരു സന്ദേശം വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു പ്രത്യക്ഷനാകുവാൻ സമയമായി. പ്രിയപ്പെട്ടവരെ, ഇന്നു പകലിൽ ആ യേശു കർത്താവിനായി നിങ്ങളുടെ ഹൃദയം കൊടുക്കുവാൻ മനസ്സുണ്ടോ? ക്രിസ്തുയേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഇന്നലെ വരെ പിന്തുടർന്നൊരു ജീവിതത്തിന് വേണ്ടിയല്ല, ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ രൂപമുണ്ടാക്കരുത്. മേലെ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ജലത്തിലുള്ള ഒന്നിന്റെയും പ്രതിമ നിർമ്മിക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ നമസ്കരിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി വിളിച്ചറിയിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആത്മാവാകുന്ന ദൈവത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, യേശുവിന്റെ രക്തം നിങ്ങളെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. ഒരു മനുഷ്യന്റെ മുമ്പിൽ ഏറ്റുപറയുന്നത് കൊണ്ടല്ല, ഈ ദൈവത്തിന്റെ മുമ്പാകെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ദൈവത്തിന്റെ കോടതി നിങ്ങളെ നീതീകരിക്കും. സൗജന്യമായി നിങ്ങളുടെ പാപങ്ങളെ നീതീകരിക്കും. ഇന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ഇപ്പോൾ നിങ്ങൾ മരണം സംഭവിച്ചാലും ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നല്ല സുവിശേഷമാണ്. ആ സന്തോഷ വർത്തമാനമാണ് ഇവിടെ ഈ വാക്യത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ വിളിച്ചറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നവരാകാം, ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാകാം, വഴിപിടച്ച തലമുറകളെ ഓർത്ത് ദുഃഖിക്കുന്നവരാകാം, അദ്ദേഹത്തിന്റെ ലഹരിയിലെയും അടിമപ്പെട്ട് ജീവിതം നയിക്കുന്നവരെ ഓർത്ത് ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്നവരെ എന്നെ കേൾക്കുന്നുണ്ടാകാം. ശാപകരമായ അനുഭവത്തിൽ
പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. എന്നാൽ യേശു ക്രിസ്തു നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി തരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം തന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ മദ്യവും ലഹരിയും ലോകവും പണവും പദവിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നൽകി തരാത്ത സന്തോഷവും സമാധാനം നൽകി തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ആ ജീവിക്കുന്ന ദൈവത്തിനായി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കാമോ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്നോട് ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കുമെന്നത് യേശു കർത്താവിന്റെ വാഗ്ദാനമാണ്. ഇന്ന് പകലിൽ ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച ബഹുമാനരായ സഹോദരങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് സർവ്വകൃപാലുവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.